പേടിച്ചിട്ടാണ് ലീഗിൽക്ക് പല ഹിന്ദുക്കളും കടന്നു വരാത്തത്. പേടിച്ചിട്ടാ. ഇവനെ പോലെ ധൈര്യമുള്ളവര് വരും. ഇനി നൂറുകണക്കിന് വരും ഹിന്ദുക്കള് മുസ്ലിം ലീഗിൽക്ക്. കാര്യം അതൊന്നും നോക്കൂല. കാരണം വെച്ചാൽ ലീഗാണ് ശരി എന്നുള്ളത്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ലീഗാ. ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയത് എന്തിനാ? പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാനേ ഇനി, അല്ലാതെ എനിക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാനല്ലേ ഇനി. ഇപ്പൊ ലീഗിൽക്ക് വന്ന എന്താ? ഞാനത് കൊല്ലങ്ങളോളം നോക്കിക്കാണുക ലീഗിനെ. ഓലാണ് ഇവിടെ ഇടത്തെ കൈ കൊടുക്കുന്നത്, വലത്തെ കൈ അറിയാത്ത രീതിയിലുള്ള സഹായങ്ങൾ ഈ കഷ്ടപ്പെട്ടവർക്കും വേണ്ടി ചെയ്യണത്. ജാതി നോക്കില്ല, മതം നോക്കില്ല, രാഷ്ട്രീയം നോക്കില്ല, ഒരു കുന്തോലും നോക്കില്ല. എവിടെ കൊയ്യുള്ളതെന്ന് വെച്ചാൽ ഓന്റെ പേരിൽ കണ്ട് എത്തിച്ചു കൊടുക്കുക. അല്ലാതെ ഓനോടിക്ക് തരീന്ന് തന്നെ അർപ്പിക്കണില്ല, ഓനോട് ചോദിപ്പിക്കണില്ല. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു കമ്മിറ്റിയിൽ മെമ്പറാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഹ്ലാദമുള്ളവനാണ് ഞാൻ. ആഴ്ചയിൽ 1000കണക്കിന് ഉറുപ്പിയാണ് അത്തരം രീതിയിലുള്ള സഹായങ്ങൾ ഇന്ത്യയും കൂടി പെർമിഷനോട് കൂടിയിട്ട് വിതരണം ചെയ്യണേ. വാട്സപ്പിൽ വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതെങ്ങനെ ഒരാളും വന്ന് പരാതി പറഞ്ഞിട്ടല്ല. ഈ കമ്മിറ്റിയിലുള്ളവരും ഓലായിട്ട് ബന്ധപ്പെട്ടവരും പറയാ, ഇന്നോടത്ത് ഇന്ന ആള് കൊയങ്ങി കിടക്കാനുണ്ടോ, ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ കിടക്കാനുണ്ടോ, ഇല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഇല്ലട്ടോ എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്കറിയാം വിത്തിൻ മണിക്കൂറുണ്ട് 1000കണക്കിന് ഉറുപ്പ്യന്റെ കിറ്റ് എത്തിക്കുന്നിടത്ത് എത്തിച്ചു കൊടുത്ത ആളാ ഞാൻ. ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് കൊട്ടി ഘോഷിച്ച് 4 ആളെയും 10 ആളെയും 100 ആളെയും അറിയിച്ച് ഞങ്ങൾ പൊതിച്ചാണ് കൊടുക്കുന്നുണ്ട്, ഈ CH സെന്ററും മറ്റേതൊക്കെ ഇത്ര കാലായി ഈ നാട്ടിലെ ജനങ്ങളെ തീറ്റി പോറ്റുന്ന ആരെങ്കിലും ഒരാള് ഈ തെരുവിൽ വന്ന് വിളിച്ച് പറഞ്ഞീണോ? ഇവര് ഏത് സ്റ്റേജ് കിട്ടിയാലും പറയും ഞങ്ങൾ പൊതിച്ചോളെ കൊടുക്കുന്നുണ്ട്. എന്ത് പൊതിച്ചോള്? മറ്റോന്റെ മരുന്ന് വാങ്ങിട്ട് ഓല കയ്യിന്നിട്ട് കൊടുക്കുക, ഞങ്ങൾ പൊതിച്ചോളെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ടൈമില് DYFIന്റെ പേര് മനസ്സിലാ. പെൻഷൻ കൊടുക്കാൻ നാളെ മണ്ണ് കഴിച്ചാൽ എന്റെ തറവാട്ടിൽ നിർത്തി കൊണ്ട് തരികയാണോ? ഞാനും കൊടുക്കാൻ നീതി പാലത്തുനിന്ന് അടുത്ത് തന്നെ, എല്ലാ പിണറായിന്റെ തറവാട്ടിന്നല്ല, CPM എന്നല്ല. ഞാൻ പറഞ്ഞത് അന്തകമ്മിയാണോ? ഞാൻ ഭർത്താവില്ല. അന്തകമ്മിയാണോ? ഭർത്താവില്ല. കാരണം വെച്ചാൽ അന്തമില്ലാത്ത വർത്താനം കേൾക്കാൻ പറ്റൂല. ദേശം വിവരത്തിൽ സംസാരിക്കാൻ തയ്യാറുണ്ട്. അന്തകമ്മിയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരണ്ട.